എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയങ്ങളാണ്. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരം ഉണ്ടോ, അതുപോലെ തന്നെ പരീക്ഷ എന്ന് ആരംഭിക്കുമെന്നൊക്കെ. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞു, അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞു. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ്, രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നായിരിക്കും, അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാം എന്നായിരിക്കും എന്നുള്ളത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന വിഷയം രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ കാര്യം തന്നെയാണ്. അപ്പോൾ മോസ്റ്റ് പോപ്പുലർലി നമ്മൾ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞതാണ്. അത് പിഴയില്ലാതെയുള്ള രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞതാണ്. പിഴയോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ഡേറ്റും ഓൾറെഡി എക്സ്പയർ ആയതാണ്. വിദ്യാർത്ഥികൾക്ക് സൂപ്പർ ഫൈനോട് കൂടി വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസം 21-ാം തീയതി വരെ സൂപ്പർ ഫൈനോട് കൂടി വിദ്യാർത്ഥിനികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഞാൻ ഇപ്പോഴും പറയുകയാണ്, രജിസ്ട്രേഷൻ ഡേറ്റ് ഓൾറെഡി എക്സ്പയർ ആയി. ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ഡേറ്റും എക്സ്പയർ ആണ്. എന്നാൽ സൂപ്പർ ഫൈനോട് കൂടി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഏപ്രിൽ മാസം 21-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാം. പരീക്ഷ എന്ന് തുടങ്ങുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോപ്പർലി പറഞ്ഞാൽ ഇപ്പോൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും കഴിഞ്ഞു. സാധാരണഗതിയിൽ 4 ഇയർ ഡിഗ്രി വരുന്നതിന് മുമ്പ് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഒന്നിച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ 4 ഇയർ വന്നേ പിന്നെ റെഗുലർ എക്സാമിനേഷൻ വേറെയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ വേറെയുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസം 28-ാം തീയതി മുതൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കുകയാണ്. ഏപ്രിൽ മാസം 12-ാം തീയതി ഏപ്രിൽ മാസം 28-ാം തീയതി മുതൽ എന്ത് ചെയ്യാണ്, ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ മെയ് മാസം 12-ാം തീയതി മുതൽ എന്ത് ചെയ്യും, FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പും ആരംഭിക്കും. അപ്പോൾ നമുക്കിതിലൂടെ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഏപ്രിൽ മെയ് മാസങ്ങൾ ബിസിയാകും, ഉറപ്പാണ്. കാരണം ഏപ്രിൽ 28-ാം തീയതി മുതൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ഉണ്ടാകും. മെയ് മാസം 12-ാം തീയതി മുതൽ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് പ്രവർത്തിക്കും. അങ്ങനെ വരുമ്പോൾ മെയ് മാസം ഫുള്ള് എന്തായി പോകും, ബിസിയായി പോകും. കാരണം ആറാം സെമസ്റ്റർ റിസൾട്ട് വൈകിക്കാൻ സാധിക്കില്ല. കാരണം കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ്, PG BEd പോലുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടവരാണ്. അതുമാത്രമല്ല, അല്ലെങ്കിൽ ജോലി മറ്റാവശ്യങ്ങൾക്കായിട്ട് പോകേണ്ടവരാണ്. FIUGP വന്നേ പിന്നെ 4 ഇയർ ഡിഗ്രി വന്നേ പിന്നെ യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടർ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ FIUGPയുടെ റിസൾട്ടും വേഗം തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നാരംഭിക്കും, നമ്മൾക്കൊരു ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞാൽ എക്സ്പെക്റ്റ് ഡേറ്റ് ആയിട്ട് നമുക്ക് ജൂണിലേക്ക് തന്നെ പോകാൻ സാധിക്കും. കാരണം ഇപ്പോൾ മെയ് മാസം നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷനും അതുപോലെ തന്നെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പും ആയിരിക്കും. യൂണിവേഴ്സിറ്റി ബിസിയാണ്, പിന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലായിട്ട് യൂണിവേഴ്സിറ്റി തിരക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വിദ്യാർത്ഥികൾക്കൊരു ജൂൺ മാസത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും ജൂണിലേ നടക്കുകയുള്ളൂ. എന്തായാലും ഇക്കാര്യങ്ങൾ അറിയാതെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോയത്. രജിസ്ട്രേഷൻ ഡേറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്തതാണ്. ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ഡേറ്റും ഓൾറെഡി ക്ലോസ് ആയതാണ്. സൂപ്പർ ഫൈനോട് കൂടി വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസം 21-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ച വിദ്യാർത്ഥികൾക്ക് സൂപ്പർ ഫൈനോട് കൂടി വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കറ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.